വേണം മാഡം? അണ്ണാ ഒരു കോഫി സ്ട്രോ ശരി, ശരി. കറുങ്ക. ആ ശരി സാർ. മാഡം, എൻ്റെ പേര് അരവിന്ദൻ. ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഓ എൻ്റെ പാർട്ടി ഇപ്പോൾ ഇവിടെ ഭരണമില്ലെങ്കിലും എനിക്ക് മേളിൽ നല്ല പിടിയാണ്. ഓ അപ്പടിയാ നൈസ്. താങ്ക് യു മാഡം കോഫി. അണ്ണാ കോഫി ரொம்ப நல்லா இருக்கு. താങ്ക് യു. അത് മാഡം നേരത്തെ നല്ല കാപ്പി കുടിക്കാത്തോണ്ടാ. വെറും മാട്ടമുള്ള വന്നേ. തരാതെ കാശ് എന്നിട്ട് പറയടാ. നമ്മളുടെ ഈ മരണപ്പെട്ട ഫ്രാൻസിസ്, അതായത് പ്രാഞ്ചി, അയാളെ കുറിച്ച് എന്താ നിങ്ങളുടെയൊക്കെ എല്ലാ അഭിപ്രായവും? വെറും അറിയാന്നേ. അരവിന്ദ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല സാറേ. സ്വല്പം കുടിക്കും. ഓ കുടിച്ചാൽ നാവില് വരുന്ന എല്ലാം പിടിച്ചു പറയും. അതല്ലാതെ ഒരു കഥയില്ലാത്തവരാ സാറേ. ആര് പറഞ്ഞു? അവനെ പറ്റി കേൾക്കാത്ത കഥകളില്ല. ഓ വേണ്ട 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 വേണ്ട. നോനോ വാങ്ങ വേണോ? ഇല്ലെങ്കിൽ ഞങ്ങള് പോയി കഴിയുമ്പോ പോലീസുകാരെല്ലാം ഓസാണെന്ന് പറയുന്നീങ്ക. അത് കറക്റ്റ് ആണ്. അല്ല, ഈ പോലീസുകാരെ കുറിച്ച് പൊതുവെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കേട്ടില്ല? അതാണ്. ഹലോ മാഡം, എന്തായി പ്രാചീ കൊലക്കേസിന്റെ അന്വേഷണം? പോലീസ് പട്ടി വന്ന് മണപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ചല്ലേ? അല്ലേലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ്. കൈക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഫയലും അവർ മുക്കും. അതിപ്പോ പളനി ആണ്ടവന്റെ ആണേലും ശബരിമല അയ്യപ്പന്റെ ആണേലും. കേട്ടോ അമ്മ വേദിക്കുന്നു. എടി ബിന്ദുവേ, നിന്നെ മാടത്തിനൊന്ന് കാണണമെന്ന്. എന്നാത്തിനാ നിങ്ങൾ ആദ്യം പോയി കെട്ടിയോനെ കൊന്നാലെ പിടിച്ചോണ്ട് പോവാ. നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ബിന്ദു ഞങ്ങളോടൊന്ന് സഹകരിക്കണം. നീ എണീറ്റ് മാടത്തിന് ഒരു കസേര ഇട്ട് കൊടുക്കും. ഒരു കസേര ഇട്ട് കൊടുക്കാൻ. ഇവിടെ വന്ന മാത്തനസയോടും മണ്ണ് പരിശോധനക്കാരോടും ആർക്കിയോളജി മൊബൈലും കമ്പി കുത്തി വന്ന എല്ലാ പുല്ലന്മാരോടും എനിക്ക് ഓൺലൈൻ ചാനലുകാരും വന്നായിരുന്നേ. അവരോടൊക്കെ പറഞ്ഞേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ പാട് നോക്കിപ്പോ. മാഡം ചോദിക്കുന്നതിന് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞോണം. சேகரேட்டா, பொண்ணுங்க கிட்ட இப்படி பேசக்கூடாது. ബിന്ദു പറേ. സത്യം സാറേ, എൻ്റെ പിള്ളേരാണ് സത്യം. അന്ന് അങ്ങേര് അല്പം കൂടുതൽ കുടിച്ചിട്ടാ വന്നത്. കൊണ്ടിട്ട് അതോടെ തീരാനില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ അക്കളപ്പിലെ പിള്ളേരെ മണ്ടയ്ക്ക് കയറിയത്? പിള്ളേരെങ്ങാനും വെക്കിട്ട് കയറിയാലോണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കയറും. എനിക്ക് ഒരുത്തൻ്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ തെറിയും പറഞ്ഞ് അത്താഴം പോലും കഴിക്കാതെ അന്ന് ഒറ്റയ്ക്കാ കുളം കുഴിക്കാൻ പോയി. ഞാനും മക്കൾ കയറി കിടക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അധികം കാണുന്നത് പുഴയിലാ ഉള്ളതാ സാറേ. കേസിന്റെ കാര്യത്തിന് ഞാൻ വിളിപ്പിക്കും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. വരാം സാറേ. சேகரேட்டா. ബിന്ദു, നീ പേടിച്ചോ? എന്തിന്? അതിനല്ലേ അവരോട് അരവിന്ദേട്ടൻ വന്നത്. என்ன സുറ്റിക്കളിയാ? അല്ല സാറേ, ഒരു വിധവയല്ലയോ, ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്. എന്നിട്ട് സമാധാനിപ്പിച്ചോ? അവള് തനിയെ സമാധാനിച്ചോളൂ. സാറ് വണ്ടിയൊക്കെ അല്ല, നിങ്ങൾ പൊക്കോ സാറേ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ്. சேகரேட்டா പേടിച്ച് കേട്ടോ. കുടുംബത്തിലെ സ്ത്രീകളുമായിട്ടാണ് അവന്റെ ഞാനുണ്ട്. சேகரேட்டா, അയാളെങ്ങ വിളിക്ക്. വലിക്കണ്ട, ഞാൻ വന്നോ.
അപ്പൊ അരവിന്ദ പറഞ്ഞു വരുന്നത് പ്രാഞ്ചിക്ക് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലെന്നാണ്. സാർ എന്നെ ഒരു ചോദ്യം ചെയ്യലാണോ ഉദ്ദേശിക്കുന്നത്? അതെ, എന്താ നീ വാ വിളിക്കില്ലടാ? അല്ല, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അത്യാവശ്യം ജനപിന്തുണയും ഒരു രാഷ്ട്രീയ പിടിപാടൊക്കെ ഉള്ള ആളാണ്. മാഡം, ഇദ്ദേഹത്തിന് മുകളിലൊക്കെ പിടിയുണ്ടെന്ന്. അതെ അതെ. അതിന് ഞാൻ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണോ? വേണോടാ റാസ്കൽ? വേണ്ട ഇവനൊന്ന് പൊക്കിക്കട്ടെ മാഡം. വേണ്ട സാർ, വേണ്ട. നീ അഭ്യാസം ഇറക്കിയ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ ഈ പുഴയിലെറിയും. ഡമ്മി ടു ഡമ്മിയാണോ ഈ CBI-കാരൊക്കെ ചെയ്യുന്നത്? ഡാ, നീ മാഡത്തിനെ കളിയാക്കണോ? ഇല്ല സാറേ, പേടിച്ചിട്ടാ സാറേ. പേടി വന്നാൽ ഞാൻ ഇങ്ങനെ മുണ്ടിക്കളയും സാറേ. ബാ, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. തനിക്കറിയാവുന്നൊക്കെ താൻ പറഞ്ഞു. ഈ ചത്തുപോയ പ്രാഞ്ചി എന്ന് പറഞ്ഞവനൊരു കൈതമുള്ള സാറേ. മേപ്പോട്ടേക്കും മേല, കീപ്പോട്ടേക്കും മേല. അടുപ്പിക്കാനും വെറുപ്പിക്കാനും കൊള്ളത്തില്ലെന്നേ. ഈ പുൽപ്പാറ ജോയിയുടെ അതിരിലാണ് ഈ പ്രാഞ്ചി കുളം കുത്തിയിരിക്കുന്നത്. അതും പറഞ്ഞ് ഇവർ തമ്മിൽ 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. പിന്നെ ഈ സംഭവം അധികം അടുക്കണ്ട. ഈ സംഭവം നടക്കുന്ന ദിവസം ഈ ജോസും പ്രാഞ്ചിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടായി. തല്ലിക്കൊന്ന് പുഴയിലെറിയുമെന്ന് ജോസ് പ്രാഞ്ചിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാളെ തല്ലിക്കൊല്ലാനും മാത്രമുള്ള ചങ്കൂറ്റമൊന്നും ഈ ജോസിനില്ല. അവൻ ആൾ ഡീസന്റാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതങ്ങനെ ഉറപ്പിച്ച് சொல்ல முடியாது അരവിന്ദ. പാക്കലാം. ഈ ജോസ് അയാളിപ്പോ എവിടെയുണ്ട്? ജോസ് ഇപ്പോ എനിക്കറിയത്തില്ല മാഡം, എനിക്കറിയത്തില്ല. ഹലോ, മിസ്റ്റർ ജോസ് അല്ലേ? അതെ. ഞാൻ കാഞ്ചാർ CI. പ്രാഞ്ചി മർഡർ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്. ജോസിനെ എനക്കൊന്ന് നേരെ കാണണം. നിങ്ങൾ ഇങ്ങോട്ട് വരണോ അതോ? സാറേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. നാളെ തന്നെ എത്തും.